നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പതിവ് പോലെ മുൻവർഷ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കുക, ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്. കോമ്പൗണ്ട് വേർഡിന് ഉദാഹരണം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സീരിയസ്നെസ്, ഹൊറിസോണ്ടൽ, ടേബിൾ ക്ലോത്ത്, പാരലൽ. എന്താണ് കോമ്പൗണ്ട് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തന്നെ നമുക്കറിയാം, കോമ്പൗണ്ട് എന്ന് വെച്ചാൽ രണ്ടെണ്ണം ചേർന്ന് അല്ലെങ്കിൽ മിക്സറിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് വാക്കുകൾ കൂടിച്ചേർന്ന് വേറൊരു വാക്കുണ്ടാകുക. രണ്ട് പ്രത്യേക അർത്ഥമുള്ള രണ്ട് വാക്കുകൾ കൂടിച്ചേർന്ന് വേറൊരു അർത്ഥമുള്ള വാക്കായി മാറുമ്പോഴാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സീരിയസ്നെസ് ഒറ്റ വാക്കാണ്, ഹൊറിസോണ്ടൽ ഒറ്റ വാക്കാണ്, പാരലൽ ഒറ്റ വാക്കാണ്. അവിടെ നോക്കുമ്പോൾ ടേബിൾ ക്ലോത്ത് എന്ന് പറയുന്ന ഈ വാക്ക് നോക്കുമ്പോൾ ടേബിൾ എന്ന് വേറെ അർത്ഥമുള്ള വാക്ക്, ക്ലോത്ത് എന്ന് പറയുന്ന വേറെ അർത്ഥമുള്ള വാക്ക്. ടേബിൾ ആകുമ്പോൾ മേശ, ക്ലോത്ത് എന്നാകുമ്പോൾ തുണി. എന്നാൽ ടേബിൾ ക്ലോത്ത് എന്നാകുമ്പോഴോ മേശ വിരി എന്നൊരു അർത്ഥം വരും. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി ആണ്. ഇതാണ് ഇവിടുത്തെ കോമ്പൗണ്ട് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ സിനോണിം ഓഫ് പ്ലസന്റ്. പ്ലസന്റ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിം എന്ന് വെച്ചാൽ സെയിം മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ചിയർഫുൾ ആണോ, ബ്യൂട്ടിഫുൾ ആണോ, റിവൽ ആണോ, കളർഫുൾ ആണോ? ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ നമുക്കറിയാം മനോഹരം, കളർഫുൾ വർണ്ണാഭമായ, റിവൽ എന്ന് പറയുമ്പോൾ ശത്രുതയുള്ള. അപ്പൊ പ്ലസന്റ് എന്നുള്ളതിന്റെ അതേ അർത്ഥം വരുന്നതാണ് ചിയർഫുൾ ആണ്. എന്താണ് ചിയർഫുൾ? ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സക്സസ് ആൻഡ് ആ ഡാഷ് ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. അപ്പൊ ഇതെന്താണ്? ഇത് ഒരു പ്രോവാണ്. അതിലൊരു ഭാഗം ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അവിടെ അനുയോജ്യമായിട്ടുള്ള തെറ്റാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സക്സസ് ആൻഡ് ഗ്രേസ് എന്നാണോ പറയാറുള്ളത്, അതോ സക്സസ് ആൻഡ് വില്ലിംഗ്നെസ് എന്നാണോ, അതോ സക്സസ് ആൻഡ് ഫെയിലർ ആണോ, അതോ സക്സസ് ആൻഡ് ഫ്രാഗ്രൻസ് എന്നാണോ പറയാറുള്ളത്? നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ, സക്സസ് ആൻഡ് ഫെയിലർ എന്നാണ് പറയുന്നത്. വിജയവും അല്ലെങ്കിൽ ജയവും പരാജയവും എന്നർത്ഥം അല്ലെ, സക്സസ് ആൻഡ് ഫെയിലർ. അപ്പൊ ഫെയിലർ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ഈസ്. മനുഷ്യനെ വെറുക്കുന്നവനെ നമുക്ക് എന്ത് വിളിക്കാം? ഒപ്റ്റിമിസ്റ്റ് എന്ന് വിളിക്കാമോ, പെസിമിസ്റ്റ് എന്ന് വിളിക്കാമോ, മിസാന്ത്രോപ്പിസ്റ്റ് എന്ന് വിളിക്കാമോ, അതോ റാഷണലിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒപ്റ്റിമിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ശുഭാപ്തി വിശ്വാസമുള്ളവൻ. പെസിമിസ്റ്റ് എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവൻ. മിസാന്ത്രോപ്പിസ്റ്റ്, റാഷണലിസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? യുക്തിവാദി. അപ്പൊ മിസാന്ത്രോപ്പിസ്റ്റ് ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. മിസാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നതാണ് എന്ത്? വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിരിക്കും. മനുഷ്യ സ്നേഹി എന്ന് പറയും, ഫിലാന്ത്രോപ്പിസ്റ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്സ്. ഇവിടെ തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൗൺസിലർ എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നതായിരിക്കും ഈ COUNSELLOR, കൗൺസിലർ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ ലിറ്റർ ഓഫ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗൺ എന്ന് പറയുന്ന ലിറ്റർ എന്ന് പറയുന്ന കളക്റ്റീവ് നൗണ് ഏതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എ ലിറ്റർ ഓഫ് കാറ്റ്സ് എന്നാണോ പറയുന്നത്, ലിറ്റർ ഓഫ് ബാറ്റ്സ് എന്നാണോ പറയുന്നത്, ലിറ്റർ ഓഫ് കൗസ് എന്നാണോ പറയുന്നത്, ലിറ്റർ ഓഫ് പപ്പീസ് എന്നാണ് പറയുന്നത്? അപ്പൊ നമ്മൾ എങ്ങനെ ആയിരിക്കും പറയുന്നത്? എ ലിറ്റർ ഓഫ് പപ്പീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എന്താണ്? എ ലിറ്റർ ഓഫ് പപ്പീസ്. എ ലിറ്റർ ഓഫ് പപ്പീസ് എന്നുള്ള ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നൗൺ ഫോം ഇവാപ്പറേറ്റ്. ഇവാപ്പറേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ നൗൺ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവാപ്പറേറ്റ് എന്ന് വെച്ചാൽ എന്താ? ബാഷ്പീകരിക്കുക അല്ലെങ്കിൽ എന്നാണ് അർത്ഥം ഇവാപ്പറേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാഷ്പീകരണം എന്നർത്ഥം വരണം. അതെന്ന് പറയുന്നതായിരിക്കും ഇവാപ്പറേഷൻ ആയിരിക്കും. ഇതായിരിക്കും ഇവാപ്പറേഷൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ മീൻസ്. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ എന്നാണോ, അതോ ടു ബി ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ എന്നാണോ, അതോ ടു ബി ഇൻ ആൻ ഈസി വേ എന്നാണോ, അതോ നൺ ഓഫ് ദീസ് എന്നാണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, കംഫർട്ടബിൾ അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ പെടുക. അതാണ് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. എവറിത്തിങ് ഈസ് ഇൻ ഓർഡർ റെഫർ ടു. എല്ലാം ശരിയാണ് എന്ന് നമുക്ക് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? നമ്മൾ പറയാം ഓൾ റൈറ്റ് ആണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ആ ഓൾ റൈറ്റ് സ്പെല്ലിംഗ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 L വേണോ അതോ 1 L മതിയോ? മനസ്സിലാക്കേണ്ട ഒരു L മതി. അപ്പൊ അവിടുത്തെ കറക്റ്റ് ആൻസർ ഓൾ റൈറ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? പ്ലൂറൽ ഫോം ഓഫ് ഗൂസ് ഈസ്.
ഗൂസിന്റെ ശരിയായിട്ടുള്ള പ്ലൂറൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ ഗൂസ് തന്നെയാണോ, അതോ ഗൂസസ് എന്നാണോ, അതോ ഗീസ് ആണോ, അതോ ഗീസസ് തന്നെയാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഏതായിരിക്കും? ഗീസ് ആയിരിക്കും. ഗൂസ്, ഗീസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ ഓഫ് ദ മെൻ ഡാഷ് അറ്റൻഡ് ദ മീറ്റിംഗ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൺ ഓഫ് ദ മെൻ ആ തരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട വെർബ് എങ്ങനെ ആയിരിക്കണം? സിംഗുലർ ഫോമിലായിരിക്കണം. അങ്ങനെ ഇവിടെ സിംഗുലർ ഫോമിൽ വന്നിരിക്കുന്ന ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ ഹാസും ഈസും എന്താണ്? സിംഗുലർ ആണ്. ഈസ് പ്ലസ് V3 ഇവിടെ പിന്നെ വന്നിരിക്കുന്ന V3 ഫോമാണ് വന്നിരിക്കുന്നത്. ഈസ് പ്ലസ് V3 ബി ഫോംസ്, ഈസ് എന്ന് പറയുന്നത് ബി ഫോംസ് ആണല്ലോ. ബി ഫോംസ് പ്ലസ് V3 എന്ന് പറയുന്നത് ഏത് വോയിസിനെ സൂചിപ്പിക്കാനാണ്? ബി ഫോംസ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് പാസീവ് വോയിസിനെ സൂചിപ്പിക്കാനാണ്. അത് പാസീവ് വോയിസ്. പാസീവ് വോയിസിന്റെ പ്രത്യേകത എന്താ? അത് ഒബ്ജക്റ്റിലായിരിക്കും തുടങ്ങുന്നത്. ഇവിടെ നോക്ക്, ഇവിടുത്തെ സെന്റൻസ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? വൺ ഓഫ് ദ മെൻ എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ സബ്ജക്റ്റ് വരുമ്പോൾ ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇവിടെ ബി ഫോംസ് വരേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ ഉള്ളത് ഏതാണ്? നമ്മുടെ കയ്യിൽ ഹാസ് ആണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ ആയി വരിക? ഹാസ് ആയിരിക്കും ഇവിടെ ആൻസർ ആയി വരിക. അപ്പൊ എന്തൊക്കെ വരും? വൺ ഓഫ് ദ മെൻ ഹാസ് അറ്റൻഡ് ദ മീറ്റിംഗ്. നേരെ മറിച്ച് ഇവിടെ ഇത് പാസീവ് വോയിസ് ആയിരുന്നു എങ്കിൽ നമുക്കിവിടെ ഈസ് ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ പാസീവ് വോയിസ് അല്ല, ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് ആകുമ്പോൾ V3ക്ക് തൊട്ട് മുമ്പിൽ നമുക്ക് ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ ഉപയോഗിക്കാം. ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഐ പ്രിഫർ ചോക്ലേറ്റ്സ് ഡാഷ് നട്ട്സ്. പ്രിഫറിന് ശേഷം വരേണ്ട പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടു ആയിരിക്കണം. ഇതായിരിക്കണം ടു. പ്രിഫർ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട പ്രിപ്പോസിഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ടു ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ടു ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യെസ്റ്റർഡേ ഐ മെറ്റ് ഡാഷ് ഓൾഡ് മാൻ. ഇന്നലെ ഞാനൊരു വൃദ്ധനെ കണ്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ യെസ്റ്റർഡേ ഐ മെറ്റ് ആൻ ഓൾഡ് മാൻ എന്നായിരിക്കണം വേണ്ടതാണ്. ആൻ ഓൾഡ് മാൻ. ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ആൻ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ്. അപ്പൊ ഇവിടെ നോക്കാം, ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിൽ വരുമ്പോൾ നമുക്ക് വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് V1 എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നോക്കേണ്ടത് വില്ലോ, ഷാളോ, ക്യാനോ, മേയോ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ വില്ല് വന്നിട്ടുണ്ട്. വിൽ സക്സീഡും വിൽ ഹാവ് സക്സീഡും. അങ്ങനെ വിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിൽ, ഷാൾ, ക്യാൻ, മേ വന്നു കഴിഞ്ഞാൽ പിന്നെ V1 ഫോമേ വരാവും. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഹാവ് വന്നിരിക്കുന്നു, പിന്നെ V3 ഫോം വന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരാൻ പാടില്ല. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ ഏതായിരിക്കും? വിൽ സക്സീഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പൊ എങ്ങനെ ആയിരിക്കും? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ സക്സീഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രാഹുൽ യൂഷ്വലി ഡാഷ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് കഴിയുമ്പോൾ ടൈമിംഗ് വേർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നോക്കാം, ഇവിടെ ടൈമിംഗ് വേർഡ് ഉണ്ട്. ഏതാ? യൂഷ്വലി എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ്. യൂഷ്വലി എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് ഏത് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്. അപ്പൊ ഇവിടെ വരേണ്ട വെർബ് എങ്ങനെ ആയിരിക്കണം? സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. സിമ്പിൾ പ്രസന്റ് നമ്മൾ ഡസ്സോ ഡൂവോ ചേർന്ന് നമുക്ക് സിമ്പിൾ പ്രസന്റ് എന്ന് പറയാം. ഇവിടെ നോക്കാം, ഇവിടെ റീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഡൂ ഉണ്ട്. ഇവിടെ റീഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡസ് ഉണ്ട്. ഇപ്പൊ റീഡിന്റെ കൂടെ ഡൂവും പിന്നെ ഈ പറയുന്ന ഡസ് റീഡ്സിന്റെ കൂടെ ആരും ഉണ്ട്? ഡസ്സും ഉണ്ട്. ഇപ്പോൾ ഡൂവും ഡസ്സുമാണ് സിമ്പിൾ പ്രസന്റ് സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എയും ബിയും സിമ്പിൾ പ്രസന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇതിനകത്ത് റീഡ് വരുമോ റീഡ്സ് വരുമോ എന്നുള്ളത് ആരെ ആശ്രയിച്ചിരിക്കും? ഈ സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് രാഹുലാണ്. രാഹുൽ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ വരുമ്പോൾ ഡസ് ചേർന്നുള്ള സംഭവം വരാവും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ റീഡ്സ് എന്നുള്ളതായിരിക്കും. ആയിരിക്കും റീഡ്സ്. അപ്പൊ രാഹുൽ യൂഷ്വലി റീഡ്സ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? രാഹുൽ യൂഷ്വലി റീഡ്സ് ന്യൂസ് പേപ്പർ ഇൻ ദ മോർണിംഗ് എന്ന് വരും. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അർജുൻ ഹാഡ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് 5 years. ഈ പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആകുമ്പോൾ അത് തീരുന്ന ഒരു കാലവും കൂടെ കാണിക്കണം. അത് നമ്മൾ ഫ്രം ടു വെച്ചേ പറയാറുള്ളൂ. സിൻസ് ടു എന്ന് പറയാറില്ല. ഇവിടുത്തെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആണ്. നമുക്ക് ഫോർ ആണ് വരേണ്ടത്. ഫോറോ അല്ലെങ്കിൽ ഡ്യൂറിങ്ങോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 5 years എന്ന് പറയുന്ന ഒരു കാലയളവാണ്. അങ്ങനെ കാലയളവ് വരുമ്പോൾ നമ്മളവിടെ എന്താണ് ഉപയോഗിക്കുക? 4 ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ 4 ആണ്. അപ്പോൾ അർജുൻ ഹാഡ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 5 years എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കാർത്തിക് സ്പീക്സ് ഇംഗ്ലീഷ് ഇൻ ഫ്ലുവൻ്റ്ലി.
ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? തന്നിരിക്കുന്നത് സഹായക്രിയ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ സഹായക്രിയ ഇല്ലെങ്കിൽ ആ വെർബിനെ എടുക്കുക, വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് സഹായക്രിയ നേരിട്ട് തന്നിട്ടില്ല, പക്ഷെ സ്പീക്സ് എന്ന് പറയുന്ന വെർബുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പീക്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഡസ് എന്ന് പറയുന്ന സഹായക്രിയയും കിട്ടും, പിന്നെ സ്പീക്ക് എന്ന് പറയുന്ന വെർബും കിട്ടും. അങ്ങനെ ഡസ് പ്ലസ് സ്പീക്ക് ആണെന്ത് ആ സ്പീക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡസ് എന്ന് പറയുന്ന സഹായക്രിയ ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്, അതിനെ നമ്മൾ തപ്പി എടുത്തു. ഓക്കെ, അപ്പൊ ഇനി ഡസ് ആണ് വരേണ്ടത്. അപ്പൊ ഡസ് വന്നിട്ടുള്ള നോക്കുക, ഇവിടെ ഡസ് വന്നിട്ട് സിയും എയുമാണ് ഡസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഡസിന്റ് ചേർക്കണം. പിന്നെ കാർത്തിക് എന്ന് പറയുന്ന പുരുഷനായതുകൊണ്ട് നമുക്ക് ഡസിന്റ് ഹി എന്ന് ആൻസറിലേക്ക് വരാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എലിഫന്റ് ഈസ് ദ ഡാഷ് അനിമൽ ഓൺ ലാൻഡ്. അപ്പൊ ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ബിഗ്ഗസ്റ്റ് വരുമോ, ബിഗ്ഗർ വരുമോ, ബിഗ് വരുമോ, അതോ നൺ ഓഫ് ദീസ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ വന്നു കഴിഞ്ഞാൽ തുടർന്ന് വരേണ്ട ഭാഗം എങ്ങനെ ആയിരിക്കണം? സൂപ്പർലേറ്റീവ് ആയിരിക്കണം. അപ്പം ബിഗ്ഗസ്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. എലിഫന്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഓൺ ലാൻഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ഐ ഹാവ് ഗോട്ട് ഹെഡ് ഏക്ക്. കറക്റ്റ് ദ സെന്റൻസ് അസ്. ഐ ഹാവ് ഗോട്ട് ഹെഡ് ഏക്ക് എന്ന് പറയുന്ന സെന്റൻസ് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക് എന്നാണോ, അതോ ഐ ഗോട്ട് എ ഹെഡ് ഏക്ക് എന്നാണോ, ഐ ഹാഡ് ഗോട്ട് ഹെഡ് ഏക്ക് ആണോ, നൺ ഓഫ് ദീസ്? ഇവിടെ ഹാവ് ഗോട്ട് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. കുഴപ്പമില്ല, പ്രസന്റ് പെർഫെക്റ്റ് വരുന്നുണ്ട്, പ്രശ്നമില്ല. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ഉള്ള സെന്റൻസ് തന്നെ നമ്മൾ തപ്പിയെടുക്കുക. ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ്? ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇല്ലാത്ത ഇവിടെ എന്താണുള്ളത്? ഇവിടെ എ ആണ്. നമ്മൾ അങ്ങനെ പറയണം, ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക് എന്നുള്ള രീതിയിൽ പറയണം. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.